ഭൂർഭുവസ്വഃ തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീ ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. 24-ാമത്തെ ദിവസമാണ് നമ്മൾ സായി സച്ചരിതം വായിച്ചുകൊണ്ട് പറയുന്നത്. 14-ാമത്തെ അധ്യായം. ആകെ 52 അധ്യായം ഉണ്ട് നമ്മൾ വായിക്കുവാൻ. അതിൽ 14-ാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 14-ാമത്തെ അധ്യായത്തിന് ശ്രീ ഹേമന്ത് പാൻ നൽകിയ പേര് ദക്ഷിണ എന്നാണ്. ദക്ഷിണ. മഹാപ്രഭോ യോഗേശ്വര സായീശ്വര നിത്യനിർവികാരനായ ജഗദീശ്വര ദയാസാഗര, അവിടത്തെ തൃച്ചേവടികളിൽ ഹൃദയപൂർവം ഞാൻ വന്ദിക്കുന്നു. സായി ചരിതം അകവും പുറവും ഒരുപോലെ മധുരമാണ്. ആനന്ദം ഉടൽ പൂണ്ടതാണ് സായീശ്വരൻ. ആ സംസാരം മധുരം, ആ നടത്തം മധുമധുരം, അവിടുത്തെ ലീലകൾ അതിമധുരം. അവിടുന്ന് ദിവ്യ ലീലകളേറെ ആടി. എന്തിന് ഭക്തജനങ്ങൾക്ക് സ്മരിക്കാനും മനം ശുദ്ധമാക്കാനും അങ്ങനെ ആനന്ദവാന്മാരാക്കാനും മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയോന്നതി നേടുകയും വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. അതിനനുസരിച്ച് അവിടുന്ന് ജീവിച്ചു. ബാബ പറയുന്നത് മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയ ഉന്നതി നേടുകയും വേണം. സന്തോഷകരമായ ജീവിതം ഏവരും നയിക്കണം. നയിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയോ ഉന്നതി നേടുകയും വേണം. ഞാൻ ആത്മാവാണ് എന്ന് അടിയുറച്ച വിശ്വാസം. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഉപകരണം മാത്രം. കർമ്മഫലം അനുഭവിക്കുവാനുള്ള ഒരു ഉപകരണവും കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഉപകരണവും. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ആത്മാക്കളാണ്. അതാണ് ആത്മീയോ ഉന്നതി വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. എന്തിനാണത്? ആത്മീയോന്നതി എന്തിനാണ്? കാരണം മനുഷ്യജന്മം അത്യന്തം ദുർലഭം. ധാരാളം ജീവജാലങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. അതില് മനുഷ്യജന്മം അത്യന്തം ദുർലഭം. ഇതേപോലത്തെ മനുഷ്യന്മാരെ പോലത്തെ ഒരു ജന്മം വേറെ ജീവികളുടെ ഇടയിൽ കാണാൻ സാധിക്കില്ല. പൂർവജന്മ ആർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മാനവ ശരീരം കിട്ടിയത്. ഈ മാനവ ശരീരം കിട്ടിയത് പൂർവജന്മ ആർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തി കൊണ്ടാണ്. നമ്മൾക്കതറിയില്ല. പൂർവജന്മത്തിനെ കുറിച്ചോ പൂർവജന്മം എങ്ങനെയുള്ളതായിരുന്നോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നും അറിയില്ല. അതും അറിയില്ല. ആത്മീയ ഉന്നതി നേടിയാൽ മാത്രമേ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന
കാര്യം അടിയുറച്ചാൽ മാത്രമേ ഈ മനുഷ്യജന്മത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവൂ. ഈ ശരീരം നൽകിയത് ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം ലഭിച്ചത്. പക്ഷെ നമ്മൾ ഈശ്വരനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ശ്രമിക്കാതെ ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവന്റെ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. അത്യന്തം ദുർലഭമാണ് ഈ മനുഷ്യജന്മം. പൂർവജന്മ ആർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ശരീരം കിട്ടിയത്. പൂർവജന്മ ആർജിതമായ മഹാസുഹൃതത്തിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയത്. ആത്മീയ ഉന്നതി നേടാനാണ് ഈ ശരീരം, ഈ മനുഷ്യജന്മം കിട്ടിയത്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തിനു വേണ്ടി ദിവസങ്ങൾ എങ്ങനെ നീക്കുന്നു? ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവന്റെ ആനന്ദം. മൃഗങ്ങൾ എങ്ങനെയാണോ ജീവിതം നയിക്കുന്നത്, അതിന് തുല്യമായ ഒരു ജീവിതമാണ് നമ്മളും നയിക്കുന്നത് എങ്കിൽ, അതേപോലത്തെ ഒരു ജീവിതമാണ് നമ്മളും നയിക്കുന്നതെങ്കിൽ, ഈ മനുഷ്യ സ്വരൂപം കിട്ടിയിട്ടും എന്തോ സുഹൃതം ചെയ്തതിന്, പൂർവ്വജന്മത്തിൽ എന്തോ സുഹൃതം ചെയ്തതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ കിട്ടിയതിനെ കുറിച്ചിട്ട് എന്തിനു വേണ്ടിയാണെന്നൊന്നും നമ്മൾ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്തില് എങ്ങനെയാണോ കഴിഞ്ഞത്, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ ഭയന്നും ഉറങ്ങിയും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവന്റെ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നുണ്ട്. ജന്തുക്കൾ ഉറങ്ങുന്നുണ്ട്, ജന്തുക്കള് അവർക്ക് മറ്റുള്ളതിനെ ഭയമുണ്ട്. പിന്നെ അവരുടെ വംശം വർദ്ധിപ്പിക്കാൻ വേണ്ടി മൈഥുനത്തിൽ ഏർപ്പെടുന്നു. ഇത് മാത്രമാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ ജന്തുക്കളുടെ ജീവിതവും നമ്മളെ ജീവിതവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നു. ഇങ്ങനെ മാത്രം ജീവിക്കുന്നവനെ വാലും കൊമ്പും ഇല്ലാത്ത മൃഗമായി ഗണിക്കാം. ഇതിന് മാത്രമാണ് നമ്മൾ മെനക്കെടുന്നത് എങ്കിൽ വാലും കൊമ്പും ഇല്ലാത്ത ഒരു മൃഗമാണ് നമ്മളും എന്ന് വിളിക്കാം. മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റൂല. മാനവ ജന്മം കിട്ടിയത് ആത്മീയ ഉന്നതി നേടാനാണ്. ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത്. ഈ മനുഷ്യജന്മത്തിൽ കൂടി മാത്രമേ ഈശ്വരനെ അറിയാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ഭയന്നും ഉറങ്ങിയും മൈഥുനവും ആയിട്ട് നമ്മൾ കഴിയേണ്ടി വരും. മിന്നൽ പിണറിന്റെ ആയുസ്സേ നമുക്കുള്ളൂ. നമ്മൾ ഓർമ്മിക്കുക, ആയുസ് മിന്നൽ പിണറിന്റെ ആയുസ്സേ നമുക്കുള്ളൂ. ക്ഷണത്തിൽ ഈ ജീവിതം തീരും. മരണഭയത്താൽ ഒരു നിമിഷം പോലും ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാനാവുന്നില്ല. മരണഭയത്താൽ ശരിയായ ആനന്ദം നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല. മരണം എപ്പോഴും നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നദിയിൽ തടികൾ ഒരുമിച്ച് ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? നദിയിൽ, പുഴയിൽ വലിയൊരു ഒഴുക്കിലോ കുത്തിലോ ചാടുമ്പോൾ അതുവരെ ഒന്നിച്ചൊഴുകിയ തടികൾ അകന്നു പോകും. ഒന്നിച്ച് കുറേ തടികൾ ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കരമായ ഒഴുക്ക്, അല്ലെങ്കിൽ നദിയിൽ ഭയങ്കരമായ കുത്ത്. അപ്പോൾ ഒരുമിച്ച് വന്ന ഈ തടികളെല്ലാം ചിന്നിച്ചിതറിപ്പോവും. പിന്നെ അത് പരസ്പരം കാണും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, പുത്രി എന്നിവരും ഒത്തുള്ള ജീവിത നദിയിലെ യാത്ര. ഇപ്പോൾ എല്ലാവരും ഒന്ന്, അടുത്ത ഓളം തള്ളലിൽ എല്ലാം അകന്നു പോകും. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു അല്ലേ? പക്ഷേങ്കിൽ അടുത്ത ഓളം തള്ളിൽ നദികളിലെ കൂടി ഒരുമിച്ചൊഴുകുന്ന തടികൾ, മരത്തടികൾ
കുത്തു വരുമ്പോൾ പുഴയിൽ ഭയങ്കരമായ ഒഴുക്കുള്ളൊരു സ്ഥലത്ത് എത്തി കുത്തു വരുമ്പോൾ ഒരുമിച്ചൊഴുകിയ തടികളെല്ലാം നാലുപാടും ചിന്നിച്ചിതറിപ്പോന്നു. പിന്നെ അത് പരസ്പരം ഒരിക്കലും ഒന്നിക്കണമെന്നില്ല. അതേപോലെ തന്നെയാണ് ഈ കുടുംബം. ഒന്നിച്ചിങ്ങനെ പോവും. പക്ഷെ ഏത് സമയമാണ് ഈ ഒഴുക്കിന് ഒരു കുത്തൽ ഉണ്ടാവുന്നത് നമുക്കറിയില്ല. പിന്നെ പരസ്പരം നമ്മൾ കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ആത്മീയോന്നതി ഈ ജന്മത്തിൽ നേടിയെടുക്കാത്തവൻ അമ്മയുടെ പ്രസവ വേദന പാടിലാക്കി. ആത്മീയ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മൾ ജനിച്ചതിന്റെ ഫലമില്ല എന്ന് പറയാം. ഭഗവത് ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ ജന്മവും പാഴ്. ഭഗവാനെ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മളെ ജന്മം പാഴായി. മരണം നാളെയോ കുറെ കഴിഞ്ഞോ എന്ന് കരുതുന്നവൻ സ്വയം വഞ്ചിക്കുകയാണ്. മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കണം. കുറെ കഴിഞ്ഞിട്ടേ മരണം സംഭവിക്കൂ എന്നുള്ള ചിന്ത, അത് നമ്മൾ സ്വയം വഞ്ചിക്കുകയാണ്. ആ ചിന്ത, മരണചിന്ത മനസ്സിൽ നിന്നൊഴിയരുത്. മരണചിന്ത മനസ്സിൽ നിന്നൊഴിയരുത്. എപ്പോഴും മരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഓരോ നിമിഷവും ഉപയോഗിക്കുക. ഓരോ നിമിഷവും നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അടുത്ത നിമിഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ പോലും അറിയുന്നില്ല. കാരണം മരണത്തിന്റെ ആഹാരമായി മാറാം ഈ ശരീരം അടുത്ത നിമിഷം. ആ ഒരു ചിന്ത ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്കുണ്ടാവണം. ഏത് നിമിഷത്തിലും നമുക്ക് ഇവിടം വിടേണ്ടി വരാം. സായി ചരിതം പ്രേമഭാവത്തോടെ വായിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി സ്വന്തമാവും. ഈ സായി സച്ചരിതം വളരെ സ്നേഹത്തോടുകൂടി വായിക്കുക. നമുക്ക് തീർച്ചയായിട്ടും ആത്മീയ ഉന്നതി കിട്ടും. നമുക്ക് ഈശ്വരനെ അറിയാൻ സാധിക്കും. സായി സച്ചരിതം വായിച്ചാൽ ആത്മീയ ഉന്നതി കിട്ടും. ഈ ജന്മം എന്തിനാണ് നമുക്ക് കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും സാധിക്കും. സായി ലീലകളുടെ ശക്തി അനുപമം. ഈ അമൃതകഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ രാപ്പകൽ സായിനാഥൻ മനക്കണ്ണിൽ നിൽക്കും. ഈ അമൃത കഥകൾ ദിവസവും വായിക്കുക, കേൾക്കുക ചെയ്താൽ സായിനാഥൻ നമ്മുടെ കണ്ണിൽ നിൽക്കും. ധ്യാനത്തിലും സ്മരണയിലും സായി നിറയും. അടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും അവിടത്തെ സാന്നിധ്യം അനുഭവിക്കാം. വിജനതയിലും തിരക്കിലും സായീശ്വരൻ കൂടെ ഉണ്ടാവും. ദിവസവും സായി സച്ചരിതം വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ ഉന്നതി ഉണ്ടാവും. ഈശ്വരനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ട്. നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ തന്നെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാവും. അല്ലെങ്കിൽ കേവലം ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനവും മാത്രം ശ്രദ്ധിച്ചാൽ അമ്മയുടെ പ്രസവവേദന പാഴായി എന്ന് പറയാം. അങ്ങനെ അവിടെ നിന്ന് അഗാധ ധ്യാനത്തിന് വിഷയമാവും. ഇത് നിത്യേന സംഭവിക്കുമ്പോൾ നിത്യേന സായി സച്ചരിതം വായിക്കുക, കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക ചെയ്യുമ്പോൾ മനം സായി മയമായി മനസ്സിലെപ്പം സായിനാഥൻ ഉണ്ടാവും. ക്രമേണ പരിശുദ്ധ ബോധസ്വരൂപനായി തീരും. എത്ര പരമോത്കൃഷ്ടമാണ് ഈ അവസ്ഥ. എങ്ങും പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സായീശ്വരൻ അറിഞ്ഞിരുന്നു. ആദ്യമേ പറഞ്ഞതാ, സായീശ്വരൻ ശ്രുതി വിട്ടിട്ട് എവിടെയും പോകുന്നില്ല. പക്ഷേ ആടെ ഇന്നുകൊണ്ട് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന സംഭവങ്ങളും അദ്ദേഹത്തിന് കൺമുമ്പിൽ നടക്കുന്നത് പോലെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. നാം ദ്വൈതാവസ്ഥയിൽ നിലകൊള്ളുന്നതും, അതായത് ഞാൻ വ്യത്യസ്തനാണ്, ഈ കാണുന്ന ജനങ്ങളും ജഗത്തും എന്നിൽ നിന്ന് വേറിട്ടതാണ് എന്ന ചിന്ത സത്യത്തിൽ ഞാനാകുന്നു എല്ലാം, ഞാനില്ലാതെ ഒരിടവുമില്ല. ഈ തത്വം മനസ്സിൽ ഉറപ്പിക്കണം. ഞാനാണ് എല്ലാം, ഞാനില്ലാത്ത ഒരിടവുമില്ല. ഈ തത്വം നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം. ശുദ്ധജലവും കൂടിച്ചേർന്നാലോ അത് ഒന്നായിത്തീരുന്നു. മുമ്പ് എന്താണോ ഇപ്പോൾ എന്താണോ എന്ന വ്യത്യാസത്തിന്റെ കണിക പോലുമില്ല. തടിക്കഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം, പക്ഷെ അവ അഗ്നിയിലിട്ടാലോ തടിക്കഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം, അഗ്നിയിലിട്ടാലോ
അതോടെ അവയുടെ വിഭിന്നത പോയി മറിയും. അവ ഒരേ അഗ്നിയായി മാറും. അല്ലേ? സായിദേവൻ സദാ ബ്രഹ്മചിന്തയിലായിരുന്നു. ചന്ദ്രനെ ജലത്തിൽ കണ്ടാലും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം അങ്ങ് മാനത്ത് തന്നെ. അതുപോലെ സായീശ്വരൻ ഭക്തർക്കിടയിൽ ആയിരുന്നാലും അവിടെ ഒന്നുമല്ലായിരുന്നു. ആത്മീയ ഉപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യരും അനവധി. ആത്മീയ ഉപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാർ ഇന്ന് ധാരാളമുണ്ട്. ആത്മീയ ഉപദേശം സ്വീകരിക്കുന്ന ഭക്തന്മാരും ധാരാളമുണ്ട്. പക്ഷെ സായീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും പ്രദാനം ചെയ്യുന്നു. സായീശ്വരൻ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാക്കി കൊടുക്കുന്നു. അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വിരളം. അത്തരം ഗുരുക്കന്മാർ ഇന്ന് അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വളരെ വിരളം. വളരെ വളരെ വിരളം. അത്തരം ഗുരുക്കന്മാരെ ആത്മസാക്ഷാത്കാരം ചെയ്തു കൊടുക്കുന്ന ഗുരുക്കന്മാരെ ഇന്ന് നമുക്ക് കാണാനേ കഴിയൂല. പാണ്ഡിത്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ സായീശ്വരനെ പോലത്തെ ഋഷീശ്വരന്മാർക്ക് അവർക്ക് പാണ്ഡിത്യത്തിന്റെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം അവർക്ക് ആദ്യമേ അറിയുന്നു. എല്ലാം അവരറിയുന്നു. അവർക്ക് ഒരു വിദ്യാഭ്യാസം വേറെ തന്നെ നേടേണ്ട ആവശ്യമില്ല. നാൻഡെറ്റ് നഗരത്തിലെ കച്ചവടക്കാരനായിരുന്നു രത്തൻജി. ഒരു സംഭവം പറയുന്ന വളരെ ധനികനും ധർമ്മിഷ്ഠനുമായി ഒരു പാർസി. വളരെ ധനികനാണ്, ധർമ്മിഷ്ഠനാണ്, നല്ല ധർമ്മം ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ധാരാളം വാഹനങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. അദ്ദേഹത്തെ സമീപിച്ചവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അവരെ കാണാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹം ദാനം കൊടുക്കാറുണ്ട്. അങ്ങനെ ലോകദൃഷ്ടിയിൽ മഹാഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു രത്തൻജി. എല്ലാവരുടെയും ദൃഷ്ടിയിൽ രത്തൻജി സന്തുഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു. വളരെ ധനവാനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യമോ, ആനന്ദസാഗരത്തിൽ കണ്ണീര് കുടിച്ച് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. എല്ലാം ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എപ്പോൾ മനസ്സിൽ ഒരു വേദനയുണ്ട്, ഒരു ദുഃഖമുണ്ട്. ദുഃഖമില്ലാത്ത ഒരുവനും ഈ ലോകജീവിതത്തിലില്ല. ഈ ലോകത്തിലെ ദുഃഖമില്ലാത്ത ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും ഓരോ ദുഃഖമായിരിക്കുന്നു. പരിപൂർണമായും സന്തോഷവാൻ എന്ന് പറയാൻ മനുഷ്യരിൽ ഒരുവനുമില്ല. പരിപൂർണ സന്തോഷവാനാണ് ഞാൻ എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുക? പക്ഷെ ഈ രത്തൻജി എല്ലാം ഉണ്ട്, പൈസയെല്ലാം ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വാഹനങ്ങളുണ്ട്, കൃഷിസ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, കുതിരകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദുഃഖം, പുത്രനില്ലാത്ത ദുഃഖം രത്തൻജിയെ വല്ലാതെ നീട്ടിക്കൊണ്ടിരുന്നു. കുട്ടികളില്ല അദ്ദേഹത്തിന്. ഭക്തിയില്ലാത്ത ഭജന, താളലയമില്ലാത്ത സംഗീതം, പൂണൂലില്ലാത്ത ബ്രാഹ്മണൻ, വിനയമില്ലാത്ത ജ്ഞാനം, പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനം, കഴുത്തിൽ മാലയിടാതെ അണിഞ്ഞൊരുങ്ങൽ, ഇതെല്ലാം എത്ര അസഹനീയവും ദുഃഖകരവുമാണ്. അതുപോലെ തന്നെയാണ് പുത്രനില്ലാത്ത ഗൃഹസ്ഥന്റെയും അവസ്ഥ. രത്തൻജി വളരെ ധർമ്മിഷ്ഠനാണ്, വളരെ ധനികനാണ്, നല്ല സ്വഭാവക്കാരനാണ്, എല്ലാം ഉണ്ട്, ഭാഗ്യവാനാണ്, സന്തുഷ്ടനാണ്. പക്ഷെ അദ്ദേഹത്തിന് അലട്ടിയിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, കുട്ടികളില്ല. എല്ലാം ഉണ്ട്, പക്ഷെ കുട്ടികളില്ല. നാരായണ മഹാപ്രഭു, എനിക്കൊരു പുത്രനെ നൽകണേ, എൻ്റെ കുലപാരമ്പര്യം തുടർന്നു പോകാൻ ഒരു അവകാശി തരണേ. അദ്ദേഹം കരളുരുകും വിധം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് ഇത് മാത്രമേ ഒരു പ്രാർത്ഥന ഉള്ളായിരുന്നു, കുട്ടികളെ തരണേന്ന്. തൻ്റെ കുലപാരമ്പര്യം തുടർന്നു പോകാനെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും തരണേന്ന്. സായീശ്വരൻ്റെ ഭക്തനായ ദാസ്ഗനു രത്തൻജിയുടെ വിശ്വസ്തനാണ്. സായീശ്വരൻ്റെ ഭക്തനായ ദാസ്ഗനുവിൻ്റെ വിശ്വസ്തനാണ് രത്തൻജി. തൻ്റെ ഹൃദയനൊമ്പരം അദ്ദേഹം ദാസ്ഗനുവിനോട് പറഞ്ഞു. ആത്മാർത്ഥ സുഹൃത്തല്ലേ? ദാസ്ഗനുവിനോട് അദ്ദേഹം പറഞ്ഞു, എല്ലാ ഭാഗ്യവും എനക്കുണ്ട്, പക്ഷേ എൻ്റെ തൻ്റെ കുലത്തിൻ്റെ പരമ്പര കാത്തു രക്ഷിക്കാൻ പറ്റുന്ന ഒരു പുത്രൻ എനിക്കില്ല. ആ ഒരു ദുഃഖത്തിലാണ് ഞാൻ. എല്ലാം ഉണ്ട്, പക്ഷേ കുട്ടികളില്ല. എന്ത് ചെയ്യാം? ദാസ്ഗനുവിനോട് പറഞ്ഞു. ദാസ്ഗനു അദ്ദേഹത്തിനോട് പറഞ്ഞു, തൻ്റെ ഹൃദയ നൊമ്പരം അദ്ദേഹം ദാസ്ഗനുവിനോട് പറഞ്ഞു. അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ആലോചിക്കേണ്ടത് പോലുമില്ല. ദാസ്ഗനു പെട്ടെന്ന് പറഞ്ഞു, വേഗം ചെല്ല്, ബാബയെ ദർശിക്ക്, ആ കരുണാനിധിയെ ഹൃദയ നൊമ്പരം അറിയിക്ക്, അവിടെ നിന്ന് ഉടൻ പരിഹാരം ഉണ്ടാക്കൂ.
രത്തൻജിയോട് ദാസ്ഗനു പറഞ്ഞു, വേഗം ചെല്ല്, ബാബയെ കാണ്, അദ്ദേഹത്തിനോട് ഹൃദയനൊമ്പരം പറയൂ, ഉടൻ പരിഹാരമുണ്ടാക്കും. പൂർവ്വസുഹൃതത്താൽ രത്തൻജിക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായി. അങ്ങനെ അദ്ദേഹം ഷിർദിയിലെത്തി. മസ്ജിദിൽ ചെന്നു, സായീശ്വരനെ കണ്ടു, നമസ്കരിച്ചു. പ്രേമപൂർവം ഒരു പൂമാല അവിടുത്തെ കഴുത്തിൽ ചാർത്തി തൃപ്പാദത്തിൽ ഉത്തമ ഫലങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം തരളിതനായി വിനയത്തോടെ ബാബയോട് പ്രാർത്ഥിച്ചു, സ്വാമി, ജനങ്ങൾ താങ്ങാനാവാത്ത ദുഃഖവുമായി അവിടുത്തെ തൃച്ചേവടികളിൽ എത്താറുണ്ട്. ഉടനടി അവിടുന്ന് അവർക്ക് രക്ഷയുമേകും. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വളരെ തീവ്രമായ ഒരാഗ്രഹവുമായിട്ടാണ് തിരുസന്നിധിയിലെത്തിയത്. അടിയനെ ഉപേക്ഷിക്കരുതേ, എന്നെ വെറും കൈയോടെ തിരിച്ചയക്കരുതേ. ബാബ അരുളി, എനിക്ക് 5 രൂപ ദക്ഷിണ നൽകൂ. രത്തൻജി അത് കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ ബാബ വീണ്ടും പറഞ്ഞു, അത്രയും വേണ്ട, 3 രൂപ 14 കിട്ടിക്കഴിഞ്ഞു, ബാക്കി മതി. രത്തൻജി അന്താളിച്ചുപോയി. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് ഷിർദിയിൽ വരുന്നതും സായിയെ കാണുന്നതും. പക്ഷേ ഒന്നും പറയാതെ ആ ദക്ഷിണ നൽകി. ആദ്യം 5 രൂപ വേണമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, വേണ്ട, 3 രൂപ 14 എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതിന് ബാക്കി മാത്രം തന്നാൽ മതി. അദ്ദേഹം അപ്പോൾ പൈസ എടുത്തു കൊടുത്തു. ആ തൃപ്പാദത്തിൽ ഇരുന്ന് രത്തൻജി തന്റെ ദുഃഖം പ്രാർത്ഥനയോടെ വീണ്ടും പറഞ്ഞു, സായീശ്വരൻ അരുളി, നീ ആവശ്യമില്ലാതെ എന്തിന് പരിഭ്രമിക്കുന്ന? നിന്റെ ദൗർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ ദൗർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് ഉതി നൽകി. പിന്നീട് തൃക്കരം ഭക്തന്റെ ശിരസിൽ വെച്ച് അരുളി, അള്ളാഹു നിന്റെ അഭിലാഷം നിറവേറ്റും, അള്ളാഹു നിന്റെ അഭിലാഷം നിറവേറ്റും എന്ന് പറഞ്ഞിട്ട് സായീശ്വരൻ അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ചു. സായീശ്വരന്റെ അനുഗ്രഹവും വാങ്ങി നിറഞ്ഞ ഹൃദയത്തോടെ രത്തൻജി മടങ്ങിയെത്തി. ദാസ്ഗനുവും രത്തൻജിയും ബാബ പറഞ്ഞ 3 രൂപ 14 കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. രത്തൻജി ഏറെ ആലോചിച്ച് പെട്ടെന്നൊരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു. ഷിർദിയിലേക്ക് പോരുന്നതിന് മുമ്പ് മൗലി സാഹബ് എന്ന ഒരു മുസ്ലിം ഫക്കീറിനെ കാണുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. അതിന് ചെലവായ തുക കൃത്യം 3 രൂപ 14. ഷിർദിയിൽ നിന്നും മൈലുകൾക്കകലെ നടന്ന ഈ സംഭവം സായീശ്വരൻ അറിഞ്ഞെങ്കിൽ ആരാണ് അവിടുന്ന്? അതോടെ രത്തൻജിയുടെ സകല സംശയങ്ങളും തീർന്നു. ഉറച്ച ബാബ ഭക്തനായി. യഥാകാലം രത്തൻജിക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് 12 മക്കൾ പിറന്നു. അതിൽ 4 പേർ ആരോഗ്യത്തോടെ സുഖമായി ജീവിതം നയിച്ചു. ബാക്കി ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഏറെക്കാലം ബാബ ദക്ഷിണ വാങ്ങിയിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, 14-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സായീശ്വരൻ്റെ ഓരോരോ സംഭവങ്ങളും നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുക. ഇതിന് മുന്നിലുള്ള വീഡിയോകൾ ഒക്കെ പലപ്പോഴും ചിലപ്പോഴും എപ്പെങ്കിലും ഒക്കെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെയും കൂടി ഈ ഇതിലേക്ക് കൊണ്ടുവരിക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരെ അടുത്തേക്ക് നമുക്കിത് എത്തിക്കാൻ സാധിക്കൂ. അതിന് നിങ്ങളുടെ പരമാവധി സഹായ സഹകരണം ഉണ്ടാവണം. സായി സച്ചരിതം എല്ലാ ആൾക്കാർക്കും വായിക്കാനുള്ള കേൾക്കാനുള്ള ഒരവസരം നാം ഓരോരുത്തരാക്കി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അതിനുവേണ്ടി ഈ കാര്യങ്ങളെ നിങ്ങളുടെ മറ്റുള്ള ഗ്രൂപ്പിലേക്കും മറ്റും ഷെയർ ചെയ്ത് അവിടെയും ഇവിടെയും സായിയുടെ മഹിമ എത്തിക്കാനുള്ള ഈ സംരംഭത്തിൽ നിങ്ങളും കൂടെ തന്നെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വണക്കം. ഓം ശ്രീ സായീശ്വരായ നമഃ.